ഏകദേശം 200-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് റവല്യൂഷൻ നടന്ന സമയത്ത് നടന്ന ഒരു കഥയാണ്. വധശിക്ഷയ്ക്ക് വിധേയരായ 3 പേരെ ശിക്ഷ നടപ്പാക്കുന്നതിനായിട്ട് കൊണ്ടുവന്നു. ഒരാൾ ഒരു വൈദികനായിരുന്നു, മറ്റൊരാൾ ഒരു വക്കീലും, മൂന്നാമത്തെ വ്യക്തി ഒരു ശാസ്ത്രജ്ഞനും. ഗിയറ്റിൻ രീതിയിൽ കഴുത്തറുത്ത് കൊല്ലുക എന്നതായിരുന്നു ശിക്ഷ. വൈദികന്റെ തല വാളിന്റെ താഴെ വെച്ചുകൊണ്ട് അവർ ചോദിച്ചു, മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, എനിക്ക് പറയാനുണ്ട്. അത്യുന്നതനായ ദൈവം തീർച്ചയായും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കും. എല്ലാവരും നോക്കി നിൽക്കെ താഴേക്ക് വന്ന ബ്ലേഡ് വൈദികന്റെ കഴുത്തിൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് അനങ്ങാതെയായി. കണ്ടുവന്ന ജനങ്ങൾ ആർത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അതാ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ഈ വൈദികനെ വെറുതെ വിടണം. അങ്ങനെ അവർ വൈദികനെ വെറുതെ വിട്ടു. അടുത്തത് വക്കീലിന്റെ ഊഴമായിരുന്നു. അതേ ചോദ്യം അവർ വക്കീലിനോടും ചോദിച്ചു. വക്കീൽ പറഞ്ഞു, നീതിയുടെയും കാരുണ്യത്തിന്റെയും ദേവത എന്നെ കുറ്റവിമുക്തനാക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വീണ്ടും അത് തന്നെ സംഭവിച്ചു. കഴുത്തിൽ തൊട്ടില്ല എന്നുള്ള മറ്റുള്ള ബ്ലേഡ് വന്നു നിന്നു. ജനങ്ങൾ അതിശയം കൊണ്ട് മതിമറന്നു. ദൈവം വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു, ഇദ്ദേഹത്തെയും വെറുതെ വിടണം. അങ്ങനെ വക്കീലിനെയും വെറുതെ വിട്ടു. അടുത്തത് സയന്റിസ്റ്റിന്റെ ഊഴമായിരുന്നു. അതേ ചോദ്യം ശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യെസ്, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ശരിക്കും ഒന്ന് മുകളിലേക്ക് നോക്കിയേ. ആ ബ്ലേഡിനെ കണക്ട് ചെയ്യുന്ന ചങ്ങല ആ കപ്പിയിൽ ഉടക്കി കിടക്കുകയാണ്. അതൊന്ന് കെട്ടഴിച്ചു കൊടുത്താൽ അത് തടസ്സം കൂടാതെ താഴേക്ക് വന്നോളും. പിന്നെ ശാസ്ത്രജ്ഞന് എന്ത് സംഭവിച്ചു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നമ്മൾ എപ്പോൾ സംസാരിക്കണം, എപ്പോൾ സംസാരിക്കാതിരിക്കണം എന്നറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടാം. ലോകത്തിലെ നേതാക്കളെല്ലാവരും നിശബ്ദതയുടെ മൂല്യം അറിയുന്നവരായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ മൗനവ്രതം എടുത്തിരുന്നു. എന്തു വന്നാലും അദ്ദേഹം അത് മുടക്കാൻ ഒരുക്കുകയല്ലായിരുന്നു. തൻ്റെ ഉള്ളിലെ പരമമായ സത്യത്തെ തൊട്ടറിയുന്നതിനും നവീന ചിന്തകൾ ഉടലെടുക്കുന്നതിനൊക്കെ അത് അദ്ദേഹത്തെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ നിശബ്ദത പാലിക്കേണ്ട 6 അവസരങ്ങളുണ്ട് എന്ന് പറയുന്നു. ഒന്നാമതായിട്ട്, സങ്കടം വരുമ്പോൾ മൗനം പാലിച്ചാൽ അത് വേഗം നമ്മുടെ ഉള്ളിലെ മുറിവ് ഉണക്കാൻ സഹായിക്കും എന്നാണ്. രണ്ടാമത്, ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് നിശബ്ദമായിട്ടിരുന്നാൽ എന്തൊക്കെയാണ് തന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും ഇനി അത് എങ്ങനെയാണ് അടുത്ത ഘട്ടത്തെ സഹായിക്കുകയെന്നുമൊക്കെ ഉള്ള ഉൾക്കാഴ്ച നമുക്ക് തരുമത്രേ. മൂന്നാമത്, ദേഷ്യം വരുമ്പോൾ നിശബ്ദത പാലിച്ചാൽ അത് പല അനന്തരഫലങ്ങളെയും തടുത്തു നിർത്തും. നാലാമതായിട്ട്, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ ഭാഗമാണ് ശരിയെന്ന് വാദിക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും. പക്ഷെ അവിടെയും മൗനം പാലിച്ചാൽ വലിയ മുറിവുകൾ ഉണ്ടാകുന്നത് തടയാം. നമുക്ക് പരസ്പരം കാര്യങ്ങൾ രമ്യതയിൽ പറഞ്ഞു തീർക്കുകയും ചെയ്യാം. അഞ്ചാമത്, മറ്റുള്ളവർ നമ്മെ വിമർശിക്കുമ്പോൾ പ്രതികരിക്കാതിരുന്നാൽ അത് നമ്മുടെ വീക്ക്നെസ്സിനെ അല്ല, മറിച്ച് ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. ആറാമത്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ അല്പനേരം മൗനമായിട്ടിരുന്നാൽ അത് നമുക്ക് തരുന്ന ഊർജവും സന്തോഷവും മനസ്സമാധാനവും ചെറുതല്ല, അല്ലേ? അതുകൊണ്ട് നമുക്കും സാധിക്കുമ്പോഴൊക്കെ നിശബ്ദത ആസ്വദിക്കാം. അതിലൂടെ ജീവിതത്തിന്റെ തന്നെ പല നിഗൂഢ വിസ്മയങ്ങളെയും രുചിച്ചറിയുകയും ചെയ്യാം. താങ്ക് യു.